വാക്ക് വളരെ പ്രാധാന്യമുള്ളതാണല്ലോ. വാക്കാണല്ലോ പ്രധാനം. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഭയങ്കര സെറ്റപ്പാണ്. തള്ള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇദ്ദേഹത്തെ കഴിഞ്ഞ് വേറെ ആളും ഇല്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരട്ടോ. ഇറ്റ്സ് വെരി 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 ഇൻട്രസ്റ്റിംഗ്. സന്തോഷിച്ചോളൂ. എല്ലാവർക്കും ചേഞ്ച് വേണമെന്ന് പറഞ്ഞു. അപ്പൊ കളി കാണേണ്ട ടൈമില് കറണ്ട് വെക്കണം. ഇപ്പൊ ചേഞ്ച് ആയില്ലേ? നിങ്ങക്ക് കറണ്ട് കട്ട എന്താന്ന് പറഞ്ഞു? നിങ്ങൾക്ക് ആദ്യം കറണ്ട് കട്ട എന്താന്ന് പറഞ്ഞോ? ഇപ്പൊ അറിയണില്ലേ? അതാണ് ചേഞ്ച്. ഇതാണ് കറണ്ട് കട്ട്. ഇരുണ്ട കാലം എന്ന് പറയില്ലേ, ഉമ്മൻചാണ്ടിയുടെ ഇരുണ്ട കാലം. ആ ഇരുണ്ട കാലമാണ് ഇപ്പോൾ. കളി മൊബൈലിൽ കാണുകയാണ്. ഇവിടെ സ്ക്രീനൊക്കെ വെച്ച് കാണുന്ന ആൾക്കാരാണ്. സംഗതി എന്താ മനസ്സിലായോ? ഫുട്ബോളല്ല നടന്നുകൊണ്ടിരിക്കുന്നേ. ഈ സമയത്താണ്, നല്ല പെരുമഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ VD സതീശൻ ഗവൺമെന്റ് വൃത്തിയായിട്ട് കറണ്ട് കട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു കൂടുതൽ സന്തോഷ വാർത്തയുണ്ട്. അങ്ങനെ കറണ്ട് കട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഏതോ ഒരു മലപ്പുറത്ത് ഏതൊരു ക്ലബില് കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്തു? കറണ്ടാണ് പോയി. അപ്പൊ TV കാണാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ മൊബൈൽ എടുത്ത് കണ്ടുകൊണ്ട് അവിടെ ഇരുന്നിട്ട് ഈ ഗവൺമെന്റ് ഇന്ന് കുറ്റം പറയാണ്ടിരിക്കുക. ചേഞ്ച് വേണത്ര ചേഞ്ച്. സന്തോഷമായില്ലേ എന്ന്. സുഹൃത്തുക്കളെ, അരമണിക്കൂറാണ് നമ്മുടെ കേരള ചരിത്രത്തിൽ, ഒരുപക്ഷെ ഒരു 10 വർഷത്തെ ചരിത്രം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു 10 വർഷം കറണ്ട് കട്ട് എന്ന് പറയുന്ന പരിപാടി കേട്ടിട്ടില്ലാത്ത, ആ വാക്ക് പോലും പരിചയമില്ലാത്ത നാട്ടുകാർക്ക് ഇപ്പോൾ കറണ്ട് കട്ട് എന്ന് പറയുന്ന വാക്ക് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് VD സതീശൻ മേനോൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വൈകുന്നേരം 6 മണി മുതൽ 12 മണിക്ക് ഇടയ്ക്കാണ് ഇപ്പോൾ കറണ്ട് കട്ട് എന്ന് പറയുന്ന ആ ഒരു മറന്നുപോയ പ്രതിഭാസം കൊണ്ടുവന്നിരുന്നുവെങ്കിൽ അത് ഇനിയും മുടങ്ങാൻ സാധ്യത. ഒരു വാർത്തയ്ക്ക് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. ഞാനിത് എൻ്റെ പേരിൽ നിന്നുണ്ടാക്കിയ വാർത്തയല്ല. ഇത് വന്നിരിക്കുന്നത് മീഡിയ വണ്ണിലാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ വണ്ണ് VD സതീശനൊക്കെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്. അപാരമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അവരെ തന്നെ വാർത്തയാണ് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. കൂടുതൽ സമയം വൈദ്യുതി മുടങ്ങാൻ സാധ്യത. ചില പ്രദേശങ്ങളിൽ 25 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായേക്കും. സന്തോഷമല്ലാതെ വേറെ ഒന്നും എനിക്കില്ല. കാരണം ഇതിന് പകരം നമുക്ക് VD സതീശന്റെ നല്ല ചിരി മാത്രം മതി. ചിരിക്കുന്ന മുഖ്യമന്ത്രി ഇല്ലാത്തതിന്റെ വിഷമമായിരുന്നു കേരളത്തിലെ ജനതയ്ക്ക്. ഇപ്പൊ ആ ചിരിക്കുന്ന മുഖ്യമന്ത്രി വന്നിട്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ, മാസാമാസം കിട്ടുന്ന ആ ഒരു ക്ഷേമ പെൻഷൻ പോലും നമ്മുടെ ഇക്കഴിഞ്ഞ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. 3000 രൂപയാക്കുമെന്നാ പറഞ്ഞിരുന്നേ. വല്ലതാക്കിയോ? ഇപ്പോഴിതാ നമുക്ക് കിട്ടുന്ന കറണ്ട് പോലും കട്ട് ചെയ്യുന്നു. അതും മഴക്കാലത്ത്. വേനൽക്കാലത്താണ് എല്ലാവരും കറണ്ട് ഉപയോഗിക്കുകയാണ്, AC ഉപയോഗിക്കുകയാണ്, അമിതമായിട്ട് ഉപയോഗം വന്നു. അതിന്റെ ഭാഗമായിട്ട് കറണ്ട് കട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. ഇത് ഈ മഴക്കാലത്ത് പോലും വൈദ്യുതി മുടങ്ങുന്നുണ്ടെങ്കിൽ ഇവന്മാര് 1 മാസം തികഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ കുളമാക്കി തുടങ്ങി നമ്മുടെ കേരളത്തിന്റെ സിസ്റ്റത്തെ എന്നുള്ളതാണ്. പരിപൂർണമായിട്ട് നമ്മുടെ ആരോഗ്യരംഗം എന്ന് പറഞ്ഞാൽ തകർന്ന് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് ഇനിയിപ്പോ KSRTC ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് പൂട്ടിക്കെട്ടും. നോക്കിക്കോളൂ, KSRTC ജീവനക്കാരുടെ സമരമൊക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നുള്ളൂ. ഈ വീഡിയോ വേണമെങ്കിൽ സേവ് ചെയ്ത് വെച്ചോളി. ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഈ വീഡിയോ നിങ്ങൾ പറ്റുമെങ്കിൽ വീണ്ടും കണ്ടോക്കി. ഞാൻ ഈ പറയുന്ന സംഗതികൾ മുഴുവൻ തകർന്നുണ്ടായിരിക്കും. ഒന്നാമതായിട്ട് ബാലവാടി, എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അവരുടെ ഭക്ഷണ മെനു മറ്റും ഇനി തകർന്ന് തരിപ്പണമാവും. സ്കൂളുകൾ, യൂണിഫോം, പാഠപുസ്തകം, പരീക്ഷ നടത്തിപ്പ്, ഇമാതിരി കാര്യങ്ങൾ മുഴുവൻ കൊളമായി താറുമാറാവും. മൂന്നാമതായിട്ട് +2 കഴിഞ്ഞ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക്, +2 അല്ല 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് +2 സീറ്റ് ഇപ്പോഴും അനുവദിച്ചിട്ടില്ല. മലപ്പുറത്തൊക്കെ 17,000 കുട്ടികൾ പുറത്താണ്. അവർ പുറത്തു പോയിട്ട് മറ്റു സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കേണ്ട ഗതികേട് വരുന്നു. കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും. ഇനി ഒരു 6 മാസം സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ തന്നെ സംഭവിച്ചു കഴിഞ്ഞു. 1000 രൂപ വീതം പെൻഷൻ കിട്ടിയിരുന്നു, സ്ത്രീ സുരക്ഷാ പെൻഷൻ കിട്ടിയിരുന്നു. അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല മാത്രമല്ല, കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള 1000 രൂപ കിട്ടുന്നില്ല. ആ തുക ഇനി എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയിക്കേണ്ട, കുറെ സ്ത്രീകൾ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്നുണ്ടല്ലോ, ആ KSRTCക്ക് പോയി എന്ന് മാത്രം വിചാരിച്ചാൽ മതി. കഴിഞ്ഞിട്ടില്ലെന്നേ.
വൈദ്യുതി പ്രതിസന്ധി ഇതിനേക്കാൾ രൂക്ഷമാവും. ഇപ്പൊ 25 മിനിറ്റ് ചില പ്രദേശങ്ങളിൽ മാത്രം കട്ട് എന്ന് പറയുന്നത് 30 മിനിറ്റ്, അരമണിക്കൂർ കട്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കട്ട് കേരളം മുഴുവൻ എന്ന രീതിയിൽ ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾ ആർക്കും വേണ്ട. അടുത്ത് വരാൻ പോകുന്നത് ഈ മഴക്കാലം കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രാദേശികമായിട്ടുള്ള പല റോഡുകളും തരിപ്പടാവാൻ സാധ്യതയുണ്ട്. അതൊന്ന് പുതുക്കി പണിയുകയോ റിപ്പയർ ചെയ്യുകയോ ചെയ്യില്ല. അതിന് പകരമായിട്ട് എല്ലായിടത്തും അഴിമതി, കൈക്കൂലി കൊണ്ട് നിറഞ്ഞു കുളമാകുമെന്നല്ലാൽ വേറൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എനിക്കൊക്കെയുള്ള വലിയ കൺഫ്യൂഷൻ, റേഷൻ കട കൂടി ഇവന്മാര് മുട്ടിക്കുമോ എന്നുള്ളതാണ്. അതിനെ പറ്റിയിട്ടൊന്നും ഇവർ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും ഗംഭീരമായിട്ട് കൺസേൺ ചെയ്യേണ്ടത് വയനാടിനെ പറ്റിയിട്ട് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു കേട്ടോ. വയനാടൊരു ടൗൺഷിപ്പ് പ്ലാൻ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കേട്ടോ? ഈ കഴിഞ്ഞ ബജറ്റിൽ അത് തുടരുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെ കിഫ്ബി ഒന്ന് പരിശോധിക്കും, നിലവിലുള്ള പദ്ധതി തുടരുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വയനാടുമായിട്ട് അന്വേഷിച്ച് നോക്കണം നിങ്ങൾ. അവിടുത്തെ ജോലി വളരെയധികം മന്ദഗതിയിലാണ്. വളരെ കുറച്ച് ജോലിക്കാരേ ഉള്ളൂ. അത് ചിലപ്പോൾ പരിപൂർണമായിട്ട് നിൽക്കാനും സാധ്യതയുണ്ട് എന്നർത്ഥം. ഇനി അപ്പോഴാണ് നമുക്ക് ഇദ്ദേഹത്തിന്റെ തള്ളു കേൾക്കാൻ ഭയങ്കര രസമാണ്. വാക്കാണല്ലോ പ്രധാനം. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു വിശ്വാസ്യത എന്ന് പറഞ്ഞുകൊണ്ട് ആരോടാ പറഞ്ഞിരുന്നേ? ഇവിടുത്തെ ആശ തൊഴിലാളികളോട്. ആശ വർക്കന്മാർ ഗംഭീരമായിട്ട് സമരം ചെയ്തിരുന്നു 21,000 കിട്ടാൻ വേണ്ടിയിട്ട്. ഈ 21,000 ഈ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചോ? ഇല്ലല്ലോ. ആശമാരിപ്പം സമരത്തിന് ഇറങ്ങുന്നില്ലേ? അവർക്ക് ആ ഇദ്ദേഹം വന്നു കൊടുത്ത 3,000 ഉലുവ മാത്രം മതിയോ? 21,000 ആവശ്യപ്പെട്ടില്ല പിണറായി വിജയനെ നെഞ്ചത്തേക്ക് കയറിയത്. അത് 9,000 വരെ ആക്കി കൊടുത്ത് പിണറായി വിജയൻ ആയിരുന്നല്ലോ, അല്ലേ? അപ്പൊ അതൊക്കെ മറന്നുകൊണ്ട് ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു പൂക്കാലം സംഭവിക്കുന്നുണ്ട്, എന്താ വിസ്മയം സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സമരം ചെയ്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു UDF സ്പോൺസേഡ് സമരമായിരുന്നു ഈ ഗവൺമെന്റിനെ താഴെ ഇടാൻ വേണ്ടിയിട്ട്. ആ സമരം കഴിഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തു എന്ന് വെപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു സംഗതിയുണ്ട്, പ്രഖ്യാപിച്ചു 3,000 റുപ്യ. ഇപ്പൊ ഈ ബജറ്റിൽ അവരെ പറ്റി മിണ്ടിയിട്ടേ ഇല്ല എന്ന് മനസ്സിലാക്കണം. ശരിക്ക് ഒരല്പം നട്ടലുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ, പറഞ്ഞ വാക്കിൽ വിശ്വസിക്കുന്നെങ്കിൽ അവർ സമരത്തിന് ഇറങ്ങണ്ടേ? സമരത്തിന് ഇറങ്ങില്ല. പ്രൈവറ്റ് മേഖലകളിൽ നഴ്സുമാർ സമരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ കാര്യത്തിൽ തീരുമാനമായോ? ജൂബിലി മിഷനിൽ എന്തോ കാര്യത്തിന് പോയ നമ്മുടെ ആരോഗ്യമന്ത്രി വേറെ വാതിലൂടെ ഓടിപ്പോയി എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകളെല്ലാം. അപ്പോഴാണ് നമ്മൾക്ക് ഇത് കേൾക്കേണ്ടി വരിക. വാക്കാണല്ലോ പ്രധാനം. വാക്ക് പറയാന്ന് വെച്ചാൽ വാക്കാണല്ലോ പ്രധാനം. വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണ്ടേ? എന്താണ് ഇദ്ദേഹം പാലിക്കാത്ത വാക്ക്? കേട്ടോക്ക്. 1,500 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആക്കി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ 1,600 രൂപയെന്ന് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോ 400 രൂപ കൂട്ടി. അപ്പൊ ഇപ്പൊ ഞങ്ങൾ പ്രഖ്യാപിക്കും, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ ഞങ്ങൾ നടപ്പാക്കും. ഞാനിപ്പോ കണക്ക് പറയുന്നില്ല, കാരണം ഞങ്ങളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾ പ്രഖ്യാപിക്കും UDF ബജറ്റിൽ തന്നെ, ആദ്യത്തെ ബജറ്റിൽ തന്നെ, ആ ഫസ്റ്റ് ബജറ്റിൽ പ്രഖ്യാപിക്കും. വാക്കാണല്ലോ പ്രധാനം. എന്നിട്ട് അത് പ്രഖ്യാപിച്ചോ? വാക്കാണല്ലോ പ്രാധാന്യം. എത്രയാ? 3,000 രൂപയാണ് കൊടുക്കുമെന്ന് പറഞ്ഞേ. കൊടുത്തിട്ടില്ല. ഇപ്പോഴും പിണറായി വിജയൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന 2,000 രൂപ തന്നെയാണ് ഇപ്പോഴും ക്ഷേമ പെൻഷനായിട്ട് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനെ കുറിച്ചിട്ട് വേണമെങ്കിൽ നമ്മുടെ മാഷ് സംസാരിക്കുന്നുണ്ട്, ഒന്ന് കേട്ടോക്ക്. ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ഏതാണ്ട് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോ ഒരു സംശയം തീർക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം കേട്ടുവരികയാണ്. ഞങ്ങൾ തീരുമാനിക്കുന്ന ക്ഷേമ പെൻഷന്റെ വർധനവ് ഒന്നാമത്തെ ബഡ്ജറ്റിൽ അംഗീകരിക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ കേട്ടോണെങ്കിൽ ഒറ്റ അക്ഷരം മിണ്ടിയോ? ഇല്ലല്ലോ. ഇതാണ് UDF അധികാരത്തിൽ കയറുന്ന ചരിത്രം മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മാത്രമാണ്, തള്ളലാണ്, വാക്കുകൾ കൊണ്ടുള്ള കളിയാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവില്ല, ഒരു വസ്തു പോലും ഉണ്ടാവില്ല. എന്നിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹം പറയും പ്രധാനം. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് പ്ലീസ് ജീവിച്ചു പോയിക്കോട്ടെ. ബൈ.